ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ആ സന്തോഷ വാർത്ത എല്ലാവർക്കും ഗുണമുള്ള സന്തോഷ വാർത്തയല്ല, മദ്യപിക്കുന്ന ആൾക്കാർക്കുള്ള ബോണസായിട്ടാണ്. ഓണം പ്രമാണിച്ച് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ബോണസ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളൊരു ബോട്ടിൽ മദ്യം വാങ്ങി കഴിച്ചു, ആ കുപ്പി തിരികെ കൊടുത്താൽ 20 രൂപ കിട്ടും. ഇതെന്താ ചൂതാട്ടോ? ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പാലക്കാട്ടേക്ക് വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വന്നു, ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി ഒരു കുപ്പി. അതയാൾ വണ്ടിയിലിരുന്ന് കഴിച്ചാൽ അപ്പോഴും പോലീസ് പിടിക്കും. എന്നാൽ അതിൻ്റെ പരിസരത്തിരുന്ന് കഴിച്ചാലോ അപ്പോഴും പിടിക്കും. മദ്യം കഴിച്ചിട്ട് ഡ്രൈവിംഗ് ചെയ്താലോ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു പറഞ്ഞ് അതിനും വേറെ പെറ്റി കേസ്. ശരി അതെല്ലാം പോട്ടെ. ഇനി വീട്ടിൽ പോയിട്ട് മനസ്സമാധാനത്തിലിരുന്ന് കഴിച്ച് ആ ബോട്ടിൽ തൃശ്ശൂരിൽ നിന്ന് അയാൾ പാലക്കാട്ട് വന്ന് കൊണ്ട് കൊടുക്കണം. കൊടുത്താലേ കിട്ടുള്ളൂ 20 രൂപ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തേണ്ട ചാർജും ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ പേര് മാലിന്യ സംസ്കരണം എന്നൊക്കെയാണ് അവർ പറയണത്. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? നിങ്ങൾക്ക് മദ്യത്തിന് വില കൂട്ടണമെങ്കിൽ അത് കൂട്ടിക്കോളൂ. പിന്നെ ഈ ബോട്ടിലുകൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത്, കേരള ഗവൺമെൻറ് ഉണ്ടാക്കുന്ന മദ്യം മദ്യം ജവാനാണ്. പിന്നെ ഏതൊക്കെയോ ലോക്കൽ കൂറ റമ്മുകളും പിന്നെ ഹെവി ബ്രാൻഡുകളൊക്കെ ഉണ്ടാക്കുന്നത് കമ്പനികളാണ്. ഈ 20 രൂപ ആ കമ്പനിക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം തന്നെ ബിവറേജിൽ ഏതൊക്കെയോ സാധനങ്ങൾ ഏതൊക്കെയോ പേരിൽ വരുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ഒന്നിൻ്റെയും പേരറിയുന്നില്ല. ചിലപ്പോൾ 999 എന്തൊക്കെയോ കുറേ പേരുകൾ, 340 ഉറുപ്പിൻ്റെ അരിയുണ്ട് എന്നൊക്കെ പറയണ കേൾക്കാം. നമ്മൾ സാധാരണ നമ്മുടെ ബ്രാൻഡ് തന്നെ കഴിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇനി വേറെ ഒന്നിലും വില കൂട്ടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഇനി ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ മദ്യത്തിൽ മാത്രമേ അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ 20 രൂപ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന കമ്പനികൾക്കൊന്നും പോകുന്നില്ല, അതല്ല ഇവരുടെ പോക്കറ്റിൽ തന്നെ. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം, അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ബത്ത അവിടെ അങ്ങ് കുറച്ചാൽ ഈ നഷ്ടം നികത്താൻ കഴിയില്ലേ? എൻ്റെ പൊന്നു തമ്പുരാനെ, എങ്ങനെയെങ്കിലും ഈ കേരളം മദ്യത്തുനിന്ന് അങ്ങോട്ട് ആസക്തി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പച്ചയ്ക്ക് പിടിച്ച് തിന്നും.